ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല ലേറ്റായി. താമസിച്ചാണ് ഉറങ്ങണം, അതുകൊണ്ട് ലേറ്റായിട്ടേ എണീക്കാറുള്ളൂ. കാപ്പിയൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ചൂടാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഞാൻ എണീറ്റപ്പോഴത്തേക്ക് എണീറ്റു കാപ്പി കുടിച്ചു. പിന്നെ ഇപ്പോൾ അടുക്കളയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഉടനെ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി പോയി എനിക്ക് ഓൺലൈനായിട്ട് ഡയറ്റീഷ്യൻ കോഴ്സും പഠിക്കണം, ടാരോ റീഡിങ്ങും പഠിക്കണം. ടാരോ റീഡിങ് ഞാൻ ചെറുതായിട്ട് ചെയ്തും തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഉച്ചയ്ക്കുള്ള ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ സമയം 1:05. 2 മണിക്കുള്ളിൽ കറി റെഡിയാക്കണം. 2-2:30 കറി റെഡിയാക്കണം. കുറച്ച് ലേറ്റായാലും ഇന്ന് കുഴപ്പമില്ല. അപ്പോൾ അത് അത്രയും ഒരു വ്ളോഗ് പോലെ 22 മിനിറ്റ് ഈ ഫോണിൽ സ്റ്റോറേജ് ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കട്ടെ. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് വ്ളോഗായിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കാണിച്ചു തരാം. ഉള്ളി വരട്ടായിട്ടേക്കുവാണ്. ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് തോരൻ എന്തരച്ചിടുമോ അതിനരച്ചിടും. നല്ല മൂപ്പിച്ചെടുക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നീ കടുക് വറുക്കുക, അല്ലെങ്കിൽ ചുമ്മാ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ തോരൻ എന്തരച്ചിടുമോ ആ അരപ്പ് എടുക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ വരട്ടിയെടുക്കണ ആ ഒരു ഇതിലാണ് ടേസ്റ്റ് ഇരിക്കണം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ക്ലിപ്സായിട്ട് ആഡ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ മീൻ, നൊത്തോലി. കുറച്ച് കൊഞ്ചിപ്പൊടിയുടെ കരുവാടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, അത് വേറെ ദിവസം വയ്ക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കറിയാക്കി അല്ലെങ്കിൽ പൊരിച്ചോ എടുത്തിട്ട് കാണിച്ചു തരാം. 3:15 ആവാറായി. തേങ്ങ തിരുവി ഒരു ഒഴിച്ചുകറിയും കൂടെ വയ്ക്കണം. അപ്പോൾ അത് നോക്കാം. ഇതാ ഒഴിച്ചുകറി റെഡി. ചൂടായാൽ മതി. ചൂടുവെള്ളം ഒഴിച്ചാണ് ഒഴിച്ചുകറി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തേങ്ങ അരച്ച ഒരു കറി ഇത്രയേ ഉള്ളൂ. മീൻ പൊരിക്കായിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനകത്ത് മീൻ പൊരിക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് കയറി പോവാം. ഉള്ളിത്തോരൻ റെഡി. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. ഇവിടെ പാത്രമൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. അതിപ്പോൾ ചെയ്യില്ല, വൈകുന്നേരം ചെയ്യുള്ളൂ. തൂത്ത് തുടയ്ക്കണം. അത് മെനങ്ങാതെ തൂത്ത് തുടച്ചതാണ്, ഇന്നലെ തൂത്തതുമാണ്. എന്നാലും എല്ലാ ദിവസവും നമുക്കത് ചെയ്തില്ലെങ്കിൽ ഒരുമാതിരി കിടക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പോയി റെസ്റ്റ് എടുത്ത് എനിക്ക് എന്തെങ്കിലും വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഇപ്പം സമയം പറഞ്ഞു കഴിഞ്ഞാൽ 2:05. ഒരു 2:15 കയറി പോകാൻ പറ്റും. പിന്നെ പോയി കുളിച്ച് നാരായണി എഴുതുകയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയോ അങ്ങനെ എന്താണോ എൻ്റെ കാര്യം അത് ചെയ്തിട്ട് വന്നിട്ട് വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കുമല്ലോ. അപ്പം ക്ലീനിങ്ങും ഒതുക്കലും പറക്കലും ഒക്കെ കൂടി ചെയ്യാം. എന്നിട്ട് നാളത്തേക്കും കൂടെ കുറച്ച് ഫുഡ് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ മൊത്തം ഒന്ന് സ്റ്റോർ റൂമൊക്കെ ഒതുക്കാറുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ ചെയ്യാം. അതുടനെ ചെയ്യണം എന്നാണെന്ന് തീരുമാനിച്ചില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ വിശേഷം. തോരൻ അരിഞ്ഞപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ബ്ലഡൊന്നും വന്നില്ല, പക്ഷേ ഒന്ന് മുറിഞ്ഞു. ചെറിയൊരു സങ്കടം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി. അത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 മണിയായി. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡയറ്റീഷ്യൻ കോഴ്സുണ്ട്, ടാരോ കോഴ്സുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും പഠിക്കണം, നാരായണി എഴുതണം, എക്സസൈസ് ചെയ്യണം. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണം. എന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഡയറ്റും തുടങ്ങാം. ഇപ്പോൾ ജസ്റ്റ് ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്കാരി UK ലണ്ടനിലും കണ്ടാണ്. പക്ഷെ അവർ ഈ ഡാൻസ് വീഡിയോസ് ഇടും. ഹിന്ദി പാട്ടാണ് കൂടുതലും. പക്ഷെ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അപ്പോൾ അത് ഒന്ന് ഞാൻ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാം. വെയിറ്റ് ലോസിനേക്കാൾ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫുഡ് ഇനിയൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അപ്പോൾ ആ എക്സസൈസ് ഒന്ന് ചെയ്യണം. അതിപ്പോൾ ചെയ്യില്ല, 2 മണിയല്ലേ. ഉച്ചയ്ക്ക് എക്സസൈസ് ചെയ്തുകൂടാന്നാണ് എൻ്റെ അറിവ്. ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന സമയം അങ്ങനെ എങ്ങാണ്ടാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ചെയ്യുന്നില്ല. ഒരു 4 മണി കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 4 മണി വരെ പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് 4 മണിക്ക് ശേഷം
നമുക്ക് വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് ബാക്കി പരിപാടി ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്തെടുത്ത് പോവാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്ത് പോവാം. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഞാൻ ചെയ്യാം. ഇപ്പോഴല്ല, ഡയറ്റ് തുടങ്ങിയതിന് ശേഷം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷനൊക്കെ ആവുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് മീൻ ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറി പോവാം. മുകളിൽ പോയിട്ട് പഠിക്കുകയോ എന്താണോ എൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാം. പിന്നെ വൈകുന്നേരം ജോലിയുണ്ട്. കുറച്ച് 2-3 മാസത്തേക്ക് കുറച്ച് ടൈറ്റാണ്. ഇങ്ങനെ അടുക്കള ജോലി കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ നിങ്ങളെ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പതിയൊക്കെ ജോലി ചെയ്താൽ മതി. ഇത്രയും വരില്ല, കാരണം ഹെൽപ്പ് ചെയ്യാനും കൂടെ ബ്രദറും ഒക്കെ കൂടെ കാണും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എത്ര ഉറങ്ങിയാലും പിന്നെയും ഉറക്കം വരും. നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന ആളാണ് ഞാൻ. പക്ഷേ രാത്രി ഉറക്കം വരില്ല, താമസിച്ച് ഉറക്കം വരും. പക്ഷേ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഉറങ്ങിക്കോളും. ഒരു എന്ത് ഡിസ്റ്റർബൻസ് വന്നാലും അറിയില്ല, സുഖമായിട്ട് ഉറങ്ങിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ, അതിനെപ്പറ്റി എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഞാൻ പറയാം. ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ. അതൊന്നും ആയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീതം ഓരോന്നും വീതം ഇങ്ങനെ ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് ചെയ്യണം, നമുക്ക് സാമ്പത്തികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. രക്ഷപ്പെടും എന്നൊന്നും ഉറപ്പില്ല, പക്ഷേ രക്ഷപ്പെടണമല്ലോ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയല്ലേ ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടണമല്ലോ. അപ്പോൾ നോക്കാം. അപ്പോൾ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം. ഒഴിച്ച് കറി, ഉള്ളിത്തോരൻ, മീൻ ഫ്രൈ, പിന്നെ കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കട്ടെ, വിശന്ന് വയ്യ. കഴിച്ചിട്ട് മണി 3-3:30 അപ്പോൾ കഴിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഊണ് കഴിച്ചപ്പോൾ നല്ല ഉറക്കം വരണുണ്ട്. ഒരു 3:45 ഒരു മണിക്കൂർ ഉറങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. വൈകുന്നേരം ചായക്ക് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല, ഉറങ്ങി കഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. 5-5:30 ചായ കുടിച്ചാലും മതിയല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ് വരികയാണ്. നല്ല ഫുഡായിരുന്നു. കടയിൽ നിന്നുള്ള അച്ചാറായിരുന്നു, പക്ഷേ നല്ല അച്ചാറും എൻ്റെ ഉള്ളിത്തോരനും കൊള്ളായിരുന്നു. നൊത്തോലി ഫ്രൈ കൊള്ളായിരുന്നു, ഒഴിച്ചുകറി കൊള്ളായിരുന്നു. നല്ല അടിപൊളി ഊണായിരുന്നു. ഞാൻ അങ്ങനെ ചോറ് കഴിക്കണ പതിവില്ല. വല്ലപ്പോഴും കൊതി വന്നാൽ കഴിക്കുമെന്നല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ട് ചോറ് കഴിക്കാറില്ല, ഊണായിട്ട് കഴിക്കാറില്ല. ബാക്കി അരി ആഹാരമൊക്കെ കഴിക്കാറുണ്ട്. അപ്പം ദോശയൊക്കെ, അത് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ എത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് അളവിലെങ്കിലും എത്തണം. അതുകൊണ്ട് അരി ആഹാരം കഴിക്കാറുണ്ട്, ഗോതമ്പൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചോറ് ഊണ് നിർബന്ധമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കഴിച്ചു. ഇപ്പോൾ നല്ല ഉറക്കം വരണുണ്ട്. AC ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ചൂട് വെയിലാണ് അടിക്കണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇവിടെ നിന്ന് ഈ ജനലിൻ്റെ സൈഡിൽ നിന്ന് ചൂടടിക്കും. അപ്പോൾ അതുകൊണ്ട് ജനൽ അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിയിട്ട് എഴിച്ചിട്ട് പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചായ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് മിക്കവാറും രാത്രിയാവും ഇനി പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ബൈ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് ഇടാം. ഇപ്പോൾ കുറച്ച് സ്ലീപ്പ് ആവാൻ തോന്നുന്നു. ചായ തിളച്ചിട്ടുണ്ട്. കുറച്ച് മൈദാമാവും ഗോതമ്പ് മാവും കുറച്ച് ഉപ്പും കൂടെ വെള്ളത്തിയിട്ട് മിക്സ് ചെയ്ത് ദോശ പോലെ ആക്കിയിട്ട് അതിൽ ശർക്കര, തേങ്ങ, നെയ്യ്, അവൽ ഇത്രയും മിക്സ് ചെയ്ത് വരട്ടിയെടുത്തതിനെ വെച്ച് എടുക്കുവാണ്. കരിഞ്ഞോന്നറിയില്ല, ഫോൺ എടുക്കാൻ പോയപ്പോൾ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെ ഇന്ന് ചായക്ക് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഉണ്ടാക്കട്ടെ. കുറച്ചുകൂടി ഉണ്ടാക്കിയിട്ട് മതിയാക്കാം. രണ്ടോ മൂന്നെണ്ണം കൂടി ഉണ്ടാക്കാനേ ഉള്ളൂ. ഞാൻ അന്ന് കൊഴുക്കട്ട ഉണ്ടാക്കിയതിൽ
കുറച്ച് ശർക്കരയും തേങ്ങ അവലും കൂടെ മിക്സ് ചെയ്തിരുന്നതിനെ എടുത്ത് ഇപ്പോൾ ഇങ്ങനെ ആക്കുവാണ്. അപ്പോൾ അത് ഒരുപാടില്ല, 2, 4, 5 എണ്ണത്തിന് വരേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുളിച്ചിട്ട് പോയി വിളക്ക് കത്തിച്ചു. ആദ്യം ഒരു ദശകം എഴുതി നാരായണീയത്തിൻ്റെ, എന്നിട്ട് കുളിച്ചിട്ട് വന്ന് എഴുതിയിട്ട് പോയി വിളക്ക് കത്തിച്ചിട്ട് വന്നു. ഇനി അടുത്ത 1 2 ദശകം പറ്റുമെങ്കിൽ എഴുതണം. നമ്മൾ 100 എണ്ണം കണ്ട ഉണ്ട് ദശകം തന്നെ. അപ്പോൾ അത് 15ാമത്തെയാണ് എഴുതാൻ വേണ്ടി പോണത്. അപ്പോൾ അതൊന്ന് എഴുതി 15, 16 ഒക്കെ പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയിട്ട് ഇനി പോയി ഇതുണ്ടാക്കണം, ഡിന്നർ ഉണ്ടാക്കണം. ഡിന്നർ എന്ന് പറയുമ്പോൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ വ്ളോഗ് ചെയ്യാം. ഇപ്പം എന്തായാലും ഇത് എഴുതട്ടെ. വേറെ നൈറ്റിയാണ് സാധാരണ ഞാൻ അത് വിളക്ക് കത്തിക്കാൻ വേണ്ടി മാത്രം വച്ചേക്കുന്നതുകൊണ്ട് അതെടുത്ത് വേറെ എന്തിനോ എടുത്തത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ പുറത്തിടണ ഒരു കോവലിടണ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടിട്ട് വിളക്ക് കത്തിക്കാൻ പോണത്. ഇനി ഒരു നൈറ്റ് വാങ്ങണം, അല്ലെങ്കിൽ നല്ലത് ഏതെങ്കിലും എടുത്ത് വെക്കണം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ എന്തായാലും പോയി ദശകം എഴുതിയിട്ട് ബാക്കി വ്ളോഗ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനൊരു ടേബിളിൽ ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിലാണ് എഴുതുന്നത്. 15ാം ദശകം കപിലോപദേശം. ഇതാണ് എൻ്റെ കയ്യിലുള്ള നാരായണീയത്തിൻ്റെ ബുക്ക്. ഇത് കറക്റ്റാണെന്നൊന്നും അറിഞ്ഞുകൂടെ, അവിടെ ഒരു നാരായണീയത്തിൻ്റെ ബുക്ക് ഇരുന്നു. അപ്പോൾ അതിങ്ങനെ ദശകം ഒന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതെടുത്ത് വെച്ച് എഴുതുന്നു. അതാണ് കാര്യം. അപ്പോൾ അത് ഇത്രയായി. ഇതാണ് 15ാം ദശകം. ഇതാണ് തുടങ്ങേണ്ടത്. ഇത് ഇത്രയേ ആയുള്ളൂ. ഇനി ഇത്രയേ ഉണ്ട്. ഇതെപ്പോൾ എഴുതിയിരുമെന്ന് അറിഞ്ഞുകൂടെ, ഒരാഗ്രഹം വിചാരിച്ചാണ് ഞാൻ എഴുതുന്നത്. ആഗ്രഹം നടന്നു കഴിയുമ്പോൾ ഞാൻ ആഗ്രഹം എന്തായിരുന്നു എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇത് എഴുതട്ടെ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇന്ന് പറ്റില്ല. ഇന്നിപ്പോൾ പറ്റുന്ന അത്ര എഴുതട്ടെ. ഓട്സ് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ചപ്പാത്തി കുഴച്ചു, ഇതാ പരത്തുവാണ്. അപ്പോൾ ഇനി പരത്തിയിട്ട് ഇതിനെ ചുട്ടെടുക്കണം. പരത്തിക്കൊണ്ടിരിക്കുവാണ്. ഇത്രയും കൂടെ പരത്തിയെടുക്കാൻ ഉണ്ട്. കുഴപ്പമില്ല, സമയമെടുക്കും, എന്നാലും പരത്തിയെടുക്കാം. പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്താൽ കുഴപ്പമില്ലല്ലോ. പാത്രം കഴുകി ഒതുക്കിയിട്ടുണ്ട്. കുറച്ച് പാത്രവും കഴുകി മെത്താണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഫുള്ള് പരത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി നമ്മൾ പരത്തണ സമയത്തെ ചപ്പാത്തി കുഴയ്ക്കണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയോ പാമോയിലോ നെയ്യോ എന്തെങ്കിലും, പാമോയിൽ അത്ര ഹെൽത്തി അല്ല, എന്നാലും പാമോയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ആഡ് ചെയ്ത് കുഴയ്ക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ചുടുമ്പോൾ വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നിപ്പോണു, അത് കുറച്ച് വെള്ളം കൊടുക്കും, അതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല ചപ്പാത്തി കിട്ടും. എനിക്ക് സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കും. എൻ്റെ സഹോദരന് മൊരിഞ്ഞ കട്ടി ചപ്പാത്തിയാണ് ഇഷ്ടം, റൊട്ടി കണക്കുള്ള കട്ടി ചപ്പാത്തിയാണ് ഇഷ്ടം. അതുകൊണ്ട് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചട്ടുകം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കുറച്ച് നേരം ഇട്ടേക്കുമ്പോഴത്തേക്കും അവനുള്ളത് ചപ്പാത്തി റെഡിയാവും. അവൻ ഇത് ഫുള്ളൊന്ന് ചുട്ടു വെച്ചോട്ടെ, നാളത്തേക്കും കൂടെയുള്ള ചപ്പാത്തി ഉണ്ട് രാവിലത്തേക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം, വീഡിയോ എടുക്കാം. ഇത് നോക്കി ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നിപ്പോവും, സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പം ഞാൻ ഒന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം വീഡിയോ എടുക്കാം. ഇതാണ് കുറച്ച് കട്ടിക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കിയത്. ബ്രദറിന് ഭയങ്കര കട്ടിയല്ല, എന്നാലും ഒരുവിധം കട്ടി പോലെ. ഇനി ബാക്കിയുള്ളത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി വയ്ക്കും, ഒന്ന് വേവിച്ച് വയ്ക്കും. നാളെ ആവശ്യത്തിന് ചൂടാക്കി എടുക്കും. എനിക്ക് ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച്, അവന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഉണ്ടാക്കിയത് കുറച്ച് കട്ടിക്ക്. എനിക്ക് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കും. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കിയത്, മാവ് കുഴച്ചത്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ച് ചുട്ടാൽ മതി. ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് ഞാൻ പിന്നെ ഫുൾ വീഡിയോ ഇടാത്തത്. അതെന്തെങ്കിലും റെസിപ്പിയൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ഇടാം.
ഇന്ന് ലഡു ഉണ്ടാക്കാൻ ഇരുന്നിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെയോ മറ്റന്നാളോ ലഡു ഉണ്ടാക്കണം. ഇപ്പം സമയം 10:20. ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. തിരിഞ്ഞിട നോക്കല്ലേ അമ്മ. അപ്പോൾ അത് കഴിച്ചിട്ട് പാലും കാച്ചി കുറച്ച് കുടിച്ചു. എല്ലാവർക്കും അത് കൊടുത്തു. കഴിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും മുകളിൽ കയറി വന്നു. ഇതിപ്പോൾ 10:15. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ടാരോ റീഡിങ് കാണാം. എന്തെങ്കിലും ഇങ്ങനെ റീൽസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങും. ഞാൻ പ്ലാൻ ചെയ്തതിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എക്സസൈസ്, യോഗ, രണ്ടും കൂടെ ഒന്നായിട്ട് കൂട്ടാം. ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്താൽ മതി. പിന്നെ പഠിത്തം. അപ്പോൾ പഠിത്തത്തിൽ നാരായണിയൊക്കെ എഴുതി 2 ദശകമൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ എക്സസൈസ്, യോഗ അത് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ പഠിത്തത്തിൽ ഡയറ്റീഷ്യൻ കോഴ്സോ ടാരോ റീഡിങ്ങോ അല്ലെങ്കിൽ PSCയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എനിക്ക് പഠിക്കണമായിരുന്നു. അതും സമയം കിട്ടിയില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ നാളെ തൊട്ട് നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇതിവിടെ വെച്ച് എൻഡ് ചെയ്തിട്ട് ഇതിന് അപ്ലോഡ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. ബൈ.